കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്ത് സ്വർണം മേടിക്കാൻ പോയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് കുറേ നാൾ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. ഷൂട്ടിന് ഈ സെയിം ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കമ്മലുണ്ട്. അപ്പോൾ അവൾക്കടെ കമ്മൽ മാറ്റിയിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ളത് എനിക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് കുത്താം എന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷേ സ്റ്റാറിൻ്റെ കുഞ്ഞുകുട്ടിന് വലിയ ഇഷ്ടമാണ്. പിന്നെ അവൾക്ക് കൊടുത്തു. പിന്നെ ഹാർട്ടിൻ്റെ കുഞ്ഞൂസിന് കൊടുത്തേക്കാനായിട്ട് ആ ചൂട്ടൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ 2 കമ്മലും മേടിച്ചു. അന്നേരം ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ചിലവായത് ഏകദേശം ഹാർട്ട് ഷേപ്പിനുള്ളതിന് 9,000, മറ്റേ ചെറിയ കമ്മലിന് ഏകദേശം 7,000 സംതിങ്ങുമാണ് കേട്ടോ. എന്നാലും നല്ല ഭംഗിയുള്ള കമ്മലായിരുന്നു കേട്ടോ അത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പഴയ കമ്മൽ കൊടുത്തിട്ടാണ് ഞാനത് മേടിച്ചത്. അതിനുശേഷം ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്താനായിട്ട് ചെന്നു. ആദ്യമായിട്ട് കുത്താൻ ചെന്നത് കൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് 2ാമത്തെ കാത് കുത്തുവാണ്. ഇപ്പം 2ാമത്തെ കാത് കുത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടികൾക്ക് 3 കുട്ടികളല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ ഒരു കാതും കൂടെ കുത്തിയേക്കാന്ന് വിചാരിച്ച് ഞാൻ 3ാമത് കുത്താൻ പോകുന്ന വീഡിയോയും കൂടെ ഇട്ടേക്കാട്ടോ. അത് അപ്പുറത്തെ കാതും കൂടെ കുത്തി. ഇത് ആരക്കൊണ്ട് തന്നെയുള്ള ഒരു ചെറിയ ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റഡ് കുത്തിയതിന് 400 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാത് കുത്തിയത് നല്ലാന്നെൻ്റെ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർ ഇത് കണ്ടിട്ട് കണ്ണും മേച്ചിരിക്കുവാണ്. അപ്പം ഞാൻ കമ്മലെടുത്ത കുട്ടികളെ കാണിച്ചു. അപ്പം ആ ചൂട്ടൻ പറഞ്ഞു ഈ കമ്മല് കുഞ്ഞൂസിന് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞൂസിന് ഇത് ഭയങ്കര ഇഷ്ടമായി. ഉച്ചൂടാ അത് കലാമിലോഷൻ എടുത്ത് തൂത്ത് തരാം. ഒരു കൊതു ഇപ്പഴത്തെ കാര്യം ഇതാരാ ഇവിടെ കേറിക്കണേ? സിറ്റി പ്രിൻസസിൻ്റെ പടമുള്ള കിഡൻ ചെയ്യാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് മോണ, പിന്നെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിനകത്തുള്ളൊരു പെൺകുട്ടിയുടെ പടം, പിന്നെ ഒരു സ്വർണ്ണ തലമുടിയുള്ള ഒരു രാജകുമാരുടെ പടമുള്ള കിഡൻ ആയിരുന്നു. അപ്പോൾ ആ ചൂട്ടൻ എന്നെ കണ്ടുകൊണ്ട് പെട്ടെന്ന് പുറത്തേട്ട് വന്നു. അപ്പോൾ അവളുടെ കയ്യിൽ പൈസ കൊടുത്തു. ഭയങ്കര തുമ്മലാണ് കേട്ടോ അവൾക്ക്. കുഞ്ഞാനോട് പേഴ്സിനകത്ത് വെച്ച് ടീച്ചർക്ക് കൊടുക്കണമെന്ന് പറ. എടാ നിന്റെ കൊട എന്ത് ചെയ്യും ഞകൂട്ടാ? 3ാമത്തെ കാതും കൂടെ കുത്തിയേക്കാം എന്ന് വിചാരിച്ചത് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ബ്യൂട്ടി പാർലറിൽ വെയിറ്റിങ്ങിലാണ്. അതിൻ്റെ ബ്യൂട്ടീഷ്യൻ അപ്പുറത്തെ വേറെ പണിയിലാണ്. അപ്പോൾ ഞാൻ വിളിക്കൽ വരണതിന് മുന്നേ ബ്യൂട്ടി പാർലറിൻ്റെ സൈഡിൽ ക്യാമറയൊക്കെ സ്ഥാപിച്ചു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇടാനൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. എന്നാലും 500 റുപ്പീസാണ് ഇവിടെ കാത് കുത്തിയതിന് ചാർജ്. പക്ഷെ എനിക്ക് ഒട്ടും വേദന എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. നല്ല എക്സ്പേർട്ടാണ് ചേച്ചി. അപ്പം ഞാനത് ഷൂട്ട് ചെയ്തെടുത്തു. അപ്പൊ അത് ശരിക്കും മേനെടുക്കില്ലാത്ത മരുന്നായിരുന്നല്ലേ? ഞാൻ വിചാരിച്ച ചുമ്മാ തൂത്തായിരിക്കും. ലോക്കൽ അനസ്തെറ്റിക് ആയിരിക്കും. അവിടെ തന്നെയാണോ എഴുതണത്? ഇല്ല പ്രശ്നമില്ല. എനിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ 1000 3 കാക്കും.
അടുത്തായിട്ട് കുറച്ച് പർച്ചേസിങ് ആണത് അവർ പറഞ്ഞ സെല്ലോ ടൈപ്പ്, പിന്നെ കുറച്ച് മാമ്പഴം. ഈ നീലം എന്ന് പറഞ്ഞ മാമ്പഴം നിങ്ങൾ എവിടെ കണ്ടാലും മേടിച്ചു കേട്ടോ, കിഡിലും ടേസ്റ്റാണ്. ഇപ്പം ഇത് ഞാൻ മേടിക്കുന്ന സമയത്ത് 65 രൂപയാണ് ഒരു കിലോയ്ക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ 2-2.5 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമാണ് കേട്ടോ, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മാമ്പഴമാണ്. അതിൻ്റെ സീസണിൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വേർത്താണ് കേട്ടോ. അപ്പം ഞാൻ മാമ്പഴമായിട്ട് ചെന്നപ്പോൾ ആച്ചൂന് വലിയ സന്തോഷമായിട്ടുണ്ടായിരുന്നു. ആച്ചൂട്ടനോട് ഉണ്ടായിരുന്നു. പിന്നെ ആച്ചൂട്ടിന് നല്ല ചുമയും കഫക്കെട്ടുമാണ്. അപ്പം തന്നെ അവരെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഓട്ടോറിക്ഷ വിളിച്ചേക്കുവാണ് കേട്ടോ. അച്ചു മന്നെ വീഡിയോ പോലും മഞ്ഞില്ല, റെക്കോർഡ് ആവണില്ല. അച്ചു ബണ്ണിക്കുഞ്ഞാണ്, ബണ്ണിക്കുഞ്ഞ് കുഞ്ഞു. കുന്നത്ത് തന്നെയുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിരുന്ന് ആവി വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു സാർ എന്നോട് ഏണി വെച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ആച്ചൂന് പനി ഉണ്ടെന്ന് ഞാൻ നുണ പറഞ്ഞെന്നും പറഞ്ഞ് കുഞ്ഞൂസിനോട് വഴക്കൂടോടെ നുണ പറയരുതെന്നാണ് കുഞ്ഞൂസ് എനിക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞൂന് നുണകളൊക്കെ പറഞ്ഞത്. ഇതിപ്പം കുഞ്ഞൂസ് തന്നെ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇനിയിപ്പോൾ അത് അടുത്ത പ്രാവശ്യം അല്ല, നിനക്ക് സങ്കടമാവുമെന്ന് ഓർത്ത് ഞങ്ങൾ കിടഞ്ചോയി മാത്രം മേടിച്ച് ഞങ്ങൾ യൂണിസിലൊന്നും കയറാതെ ഞങ്ങൾ പോണു. ഞങ്ങൾ പൈസേൻ്റെ പറയാം. എല്ലാരും ഇന്ന് മത്സരം വെക്കാൻ പോകാം. നടക്കല്ലേ, അവിടെ നില്ലേ മത്സരം വെക്കാൻ പോകും. ശരി എന്നാ ശരി. പട്ടി വന്നുണ്ട്, പട്ടി. വാ ചൂട്ട്, നമുക്ക് ഇത്രയും ദൂരം കൂടെ നടക്കാൻ. അത് എന്നോടാണോ പറഞ്ഞത്? ലെഫ്റ്റ്, ട്രെയിൻ റൈറ്റ്, റൈറ്റ്, റൈറ്റ്. വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞാനും കൊണ്ടേയില്ല, അതുകൊണ്ട് അവള് കൊതുകുത്തി ഇരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. വട്ടത്തിലൊരു ചേരപ്പാമ്പ് കിടപ്പുണ്ടെന്ന്, പാമ്പിന്റെ അടുത്തായിട്ട് പാമ്പിന് കിടപ്പുന്നത് ഞാൻ അയ്യോ പാമ്പെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആച്ചു പേടിച്ച് പാമ്പിന്റെ അടുത്തായിട്ട് പോയി. അപ്പോഴത്തേന് ഞാൻ ഓടിച്ചെന്ന് ആച്ചുവിനെ എടുത്ത് പൊക്കി എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറി നിന്ന്. അപ്പോഴത്തേനും പാമ്പ് എഴഞ്ഞങ്ങ് പോയിട്ടോ. അതോടുകൂടി ഞാൻ കുട്ടികളെ കൊണ്ട് നടന്നുള്ള പോക്ക് അവസാനിപ്പിച്ചു. ഇത് ലാസ്റ്റത്തെ പോക്കാണ്. ഇനി ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും പേടിച്ചു പോയി. ചേര നമ്മളെ കടിക്കത്തില്ലെങ്കിലും നമുക്ക് പേടിക്കാനായിട്ട് അതൊക്കെ മതി. അപ്പോൾ അതേ കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അപ്പോൾ ആച്ചുവിന് ജെയിംസിൻ്റെ ബോളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചർ ഹോംവർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പക്ഷികളുടെ തോല് വേണമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു മൈപ്പിയിലേക്കുകൾ ഞാൻ എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിമുട്ട കൊണ്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പം അങ്ങനെ കോഴിമുട്ട വെച്ചിട്ട് കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞൂസാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനുശേഷം കുഞ്ഞാക്കുട്ടിനെ ഡാൻജോയി അല്ല ജെയിംസ് മിഠായിന്ന് കിട്ടിയ ലോക്കറ്റാണ് കേട്ടോ ഇത്. ജെയിംസ് മിഠായി ആണോ കിടഞ്ചോയി ആണോ കുഞ്ഞായിക്ക് മേടിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. കിടഞ്ചോയി ആണെന്ന് തോന്നുന്നു. ആച്ചുവിനാണ് ജെയിംസ് മിഠായി മേടിച്ചത്. കുഞ്ഞായിക്ക് കിടഞ്ചോയി ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞൂസിന് കിട്ടിയത് ഒരു ദിനോസർ കുഞ്ഞിനെയാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ദിനോസർ കുഞ്ഞാണ്. കിടഞ്ചോയുടെ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അന്നും ഇന്നും വലിയൊരു വില വ്യത്യാസം കിടഞ്ചോയ്ക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിന് 35 രൂപയായിരുന്നു. ഇപ്പൊ അതിന് 50 രൂപയാണ്. ബാക്കി സാധനങ്ങൾക്കൊക്കെ പണ്ട് 35 രൂപ ഉണ്ടായിരുന്ന സാധനങ്ങൾക്ക് ഇപ്പൊ 100 മുകളിൽ വില വന്നിട്ടുണ്ടെങ്കിൽ കിടഞ്ചോയ്ക്ക് വലിയൊരു വില വ്യത്യാസം വന്നിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എന്തായാലും കുറച്ചു നേരം കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോന്നു. അപ്പൊ അതേ കുഞ്ഞൂസ് ഉണ്ടാക്കിയിട്ടുള്ള കോഴിക്കുഞ്ഞാണ് കേട്ടോ ഇത്. അവള് ചിറക് ശരിക്കും ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ ചിറക് പൊളിഞ്ഞു എന്ന് പറഞ്ഞ ആച്ചു കരയും. കാണിച്ചടാ. അയ്യോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കോഴിക്കുഞ്ഞ്. സിംഹങ്ങൾ
ഇവിടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി റംബൂട്ടാൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ അവളുടെ നിന്ന് ഞാൻ റംബൂട്ടാൻ മേടിച്ചു. 100 രൂപയ്ക്ക് ഒരു കവർ നിറയെ റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തു. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഉച്ചയ്ക്ക് ജോലിക്ക് കയറണമായിരുന്നു. അപ്പൊ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ പോരുകയാണ് ചെയ്തത്. ഇച്ചിരി സമയം അവളുടെ കൂടെ ഇരിക്കാൻ പറ്റിയത്. അപ്പൊ റംബൂട്ടാൻ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ആച്ചൂട്ടിന് കോൺഫ്ലേക്സിന്റെ മിച്ചർ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ തീരുമ്പോ മേടിച്ച് വെക്കാറുണ്ട്. പക്ഷെ അതിനോടുള്ള ക്രേസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മേടിച്ചു കൊടുത്താൽ ഞാൻ തിന്നത്തില്ല. അതുകൊണ്ട് ഇപ്പൊ മേടിക്കുന്നത് നിർത്തി വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വീക്ക് ഓഫ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രൈഡ് ചിക്കൻ തിന്നണമെന്ന് ഒരാഗ്രഹം തോന്നി. പക്ഷെ നല്ല സ്ഥലത്തുനിന്ന് മേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ നേരെ മെട്രോ കയറി ലുലു മോളിൽ ചെന്നിട്ടുണ്ടായിരുന്നു. തനിച്ചാണ് കേട്ടോ യാത്ര. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയിക്കുമായിരുന്നു. എനിക്ക് വീക്ക് ഓഫ് ആയിരുന്നു. വെറുതെ ഹോസ്റ്റലിൽ ഇരിക്കും വേണ്ട, കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ, അതുപോലെ ഫിഷ് കട്ട്ലറ്റ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് തരാം. ഞാൻ ഇത് മേടിക്കാൻ പോയിക്കോറുണ്ട്. ഇതെനിക്കാട്ടോ. ഇതിനകത്ത് ഇച്ചിരി ഞാൻ നക്കിയിട്ട് വെച്ചേക്കണേ. അമ്മ ഇന്നലെ അമ്മയുടെ ഏതോ ഒരു ചേച്ചി മേടിച്ചത്. ഇത് ലെഗ് തന്നെയാ. ഞാൻ പറയാം. ഇത് അതും പൊട്ടിക്ക്. എനിക്കും പോണം. മര്യാദക്ക് എന്നെ കൊണ്ടുപോകും. ഇവിടെയല്ല, ഇതിനകത്തുണ്ട് കാലുകൾ. ഇത് മൊത്തം കാലുകൾ. അതിൽ ഒരെണ്ണം ഞാൻ എടുത്ത് തിന്നതാ. ഇതിനകത്ത് മൊത്തം ഉണ്ട്. ഇത് മേലുവശം. എനിക്ക് മേലുവശം ഇഷ്ടം. അത് മൊത്തം കാലുകളാ. ഇതും കാലാ. കുഞ്ഞൂശ എന്നാ കൊതു കുത്തിയിരുന്ന അമ്മനോട് മിണ്ടാണ്ട്. സ്പൂൺ എടുത്തോണ്ടോ? പിന്നെ അച്ചയ്ക്ക് ഇതൊക്കെ എന്തോരം കഴിച്ചേക്കണം. ഇഷ്ടം പോലെ തിന്നേക്കണം. ഗൾഫില് തിന്നു. എടാ അതിന്റെ ചെസ് പിന്നെ അച്ചു കടിച്ചു കുറച്ച്. ചിക്കനാര് അച്ഛന് വലിയ ഇട്ടല്ലേ. അരേ ഇത് പോലുമില്ല. നീ കെച്ചപ്പ് മുക്കി തിന്നെ. കുഞ്ഞൂസിൻ്റെ ഇത് കാല് മാത്രമേ ഉള്ളൂ. കുഞ്ഞൂശ അതിൽ നിന്ന് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് തിന്നേനി ഉണ്ടല്ലോ. ഭയങ്കര കാട്ടായം മാത്രമേ ഉള്ളൂ കേട്ടോ. അവര് കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനത് ചെറിയ എരിവാന്ന് പറഞ്ഞ് കുഞ്ഞായി ഇച്ചിരി കഴിച്ചു. അച്ചൂട്ടൻ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായില്ല. കുഞ്ഞൂസ് നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചിക്കൻ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അച്ചൂട്ടിന് ഇഷ്ടമായില്ല. എരിവാന്ന് പറഞ്ഞ് അവളൊരു ശകലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടി ലുലു മോളിൽ നിന്ന് ഫ്രൈഡ് ചിക്കൻ മേടിക്കുന്ന പരിപാടി നിർത്താമെന്ന് വിചാരിച്ചു. മലഞ്ചേരിയിൽ പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കുന്നതാണ്. കോളഞ്ചേരി പള്ളിപ്പെരുന്നാളിന് ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേസ്ലെറ്റാണ്. ഇത് ഒരെണ്ണത്തിന് 40 രൂപ വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. 4 മേടിച്ചു. പക്ഷെ കുഞ്ഞൂസിൻ്റെ പൊട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞൂസിന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കുറേ തലയിൽ കുത്താനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇടാമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇത് പേനയാണ്. 10 രൂപയാണ് ഇതിന് വരുന്നത്. 4 പേന മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്തു. പകുതി ഇട്ടിട്ട് തന്നെ തെളിയാതായി. അതുപോലെ തന്നെ ക്ലിപ്പ്, സ്ലൈഡ്, പിന്നെ പല നിറത്തിലുള്ള പൊട്ടുകൾ, അതുപോലെ തന്നെ പലഹാരം. ഇത് 100 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ. പിന്നെ ഈത്തപ്പഴം, ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ പള്ളിപ്പെരുന്നാളിന് മുമ്പ് ഇതൊക്കെ കാണുമ്പോൾ മേടിക്കുമ്പോൾ നല്ല രസമാണ്. ഇതൊക്കെ ചോക്ലേറ്റിൻ്റെ കളറിൽ കാണുന്ന ക്ലിപ്പാണ് ആച്ചൂട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ 10 രൂപയുടെ കുറേ പൊട്ടുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതെല്ലാം കൂടെ ഒരു കുപ്പിക്കകത്ത് കുടഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഈ ബ്ലാക്ക് കളർ ക്ലിപ്പൊക്കെ പലപ്പോഴും മേടിക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ലാഭമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിപ്പ്. ആച്ചൂര് ഒത്തിരി ഇഷ്ടമായത്.
അത് ഒരെണ്ണം കൂടി മേടിക്കാമെന്ന് വെച്ചപ്പോൾ തന്നെ കട നിർത്തിപ്പോയായിരുന്നു. അതുകൊണ്ട് ഇത് അവർക്ക് മേടിച്ചിട്ടുള്ള കൂളിംഗ് ഗ്ലാസ് ആണ്. അപ്പോൾ 3 കളർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേസ്ലെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പേനയാണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഈ പേന. നമ്മൾ പിടിച്ചുകൊണ്ട് എൻ്റെ പേരിൽ പേന എപ്പോഴും കാണാതെ പോകുമായിരുന്നു. അപ്പോൾ ഈ പേനയാണെന്നുണ്ടെങ്കിൽ കാണാതെ പോകില്ല, വടി പോലെ നമ്മുടെ പോക്കറ്റിൽ കിടന്നോളും. പിന്നെ ഞാൻ കുട്ടികൾക്ക് മേടിച്ചിട്ടുണ്ടാകുന്നത് മറ്റേ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് മേടിക്കാൻ രാവിലെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികളെല്ലാം നോക്കിയിരിക്കുവാണ്. വലിയ പ്ലേറ്റ് എടുത്തോണ്ടോ, ഞാൻ ബജ്ജി കൊണ്ടുവന്നിട്ടുണ്ട്. ബജ്ജി ഓക്കെ. ആ പശ തീർക്കരുത് കേട്ടോ ആച്ചൂട്ട. കുഞ്ഞൂശിന് മഞ്ഞ പാകാവോന്ന് എനിക്ക് അറിയില്ല. നീ വെച്ചു നോക്ക് കുഞ്ഞൂശ. നീ കണ്ണട എടുത്ത് നോക്കിയടാ കുഞ്ഞൂശ്. ഉണ്ടാക്കി ആച്ചുവിന് കാണിച്ചു കൊടുക്കണേ, എന്നിട്ട് ആച്ചു അതുപോലെ ഉണ്ടാക്കും. ഓക്കെ. അല്ല അങ്ങനെയല്ല, ടീച്ചർ പറഞ്ഞു ഉണ്ടാക്കണ വീഡിയോ ഓർമ്മന്ന്. ദേടാ നോക്കിയടാ. ആച്ചുവിന് മഞ്ഞ നീലയായിരുന്നു ഇഷ്ടം. പക്ഷെ കുഞ്ഞത് മഞ്ഞയാ. ഏറ്റവും കുഞ്ഞത് ഇച്ചിരിയുടെ വലുത് ഇത്. ഇനി ഏറ്റവും വലുത് ഇത്. ഏറ്റവും വലുത് കുഞ്ഞൂസിന്. ഇത് ആച്ചുവിന് പാകാവില്ല. ആച്ചു വെച്ചു നോക്കിയോ. ആച്ചു ഇത് വെച്ച് നോക്കി. ആച്ചുവിന് ഇതിൽ ഏതാ പാകാവണെന്ന് ചാച്ചു എടുത്തോ. മറ്റേത് കുഞ്ഞൂസിന് കൊടുക്കുക. കുഞ്ഞൂസിന് ഏതായാലും കുഴപ്പമില്ല. ഓക്കെ. എനിക്ക് റെഡും ബ്ലൂ ഉണ്ട്, യെല്ലോ ഇല്ലാത്ത. ആണോ? വാ അച്ഛ കിടുക്കി. ഞങ്ങള് മുട്ട ബജി തിന്നാൻ പോവാണ്. അച്ഛക്ക് എരിച്ചു കൊടുക്കാം. എടുത്തോ മുട്ട എടുത്തോ. ഓരോന്ന് ഒരു മുട്ട എടുത്തോ. കുഞ്ഞുശിനൊരു മുട്ട കൊടുക്കും. ഞാൻ എരിവുള്ള ചമ്മന്തി ഉണ്ട് ഇതിന്റെ കൂടെ വേണമെങ്കിൽ. ഇത് കോളിഫ്ലവർ, ഇത് ബജി. എനിക്ക് വേണം. കോലോ കുഞ്ഞുസൂടെ വന്നേ. ഇതെടുക്ക. ഈ സാധനം ഇതിനകത്ത് ഒരു പ്രത്യേക സൈസ് ചമ്മന്തി ഉണ്ട്. വാടാ കുഞ്ഞുസ് അത് തിന്നു കഴിഞ്ഞിട്ടോ. എടാ അതെ ഇതെടുക്ക്. ഇതെടുക്ക്. ആച്ചൂന് എടുത്തു കൊടുക്ക്. കുഞ്ഞായിക്ക് എടുത്തു കൊടുക്ക്. ഇതെടുത്തു കൊടുക്ക. കൊച്ചിന് എടുത്തു കൊടുക്കടാ മുളക്. ഇനി ഇതെടുക്ക. കാപ്സിക്കം. ഞാൻ മുളകാ. കോളിഫ്ലവർ ആണോ? ഓക്കെ. അത് കുട്ടികൾ മൊത്തം തിന്ന് നിർത്തോ. മുളക് തിന്ന് നോക്കിക്ക് ഇഷ്ടമാണോന്ന്. അച്ചയുടെ കുഞ്ഞാക്കുട്ടൻ ഉണ്ടാക്കിയ ചായനം. ടെഡി ബിയർ മണ്ണും കൊണ്ട് അവക്കാടോയോ? ശരിയല്ലോ കുഞ്ഞാക്കുട്ട. ഇത് വീതിച്ചോ. ആരുടെയെങ്കിലും കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ ആ എക്സ്ട്രാ ഉള്ളത് അയാൾക്ക് കൊടുത്തേരും. കണ്ണിലൊന്നും കുത്തരുത്. എഴുതി ഇതിനകത്ത് ആ മാലയുണ്ട്. പക്ഷെ 2 മാലയേ ഉള്ളൂ. അവരമ്മേനെ പറ്റിച്ചു. ഒരു 2 മാലയേ വന്നുള്ളൂ. ഇതൊക്കെ നോക്കിക്ക്. അമ്മ പള്ളിപ്പെരുന്നാളിന് മേടിച്ച സാധനങ്ങള്. ഇതിന് 40 റുപ്പീസിന്റെയാണ്. നല്ല രസമല്ലേ? എല്ലാരും മാറി മാറി കുത്തിക്കോ. ഇത് ഇത് 2 കളർ. ഒരാൾക്ക് 2 കളർ, ഒരാൾക്ക് 2 കളർ, ഒരാൾക്ക്. ഓക്കെ. ഇത് 30 റുപ്പീസ്. കൊള്ളാല്ലേ? ആ 2 ഉള്ളൂ. മോനെടുത്തോ. ഒരെണ്ണം കുഞ്ഞാക്കുട്ട എടുത്തോ. അത് കുഴപ്പമില്ല. കുഞ്ഞാക്കുട്ട ഒരെണ്ണം എടുത്തോ. കുഞ്ഞൂസിന് വേണോ ഇത്? കുഞ്ഞൂസിന് കൊടുത്തു. ഇത് കംപ്ലൈന്റ് ആയിരുന്നു. അത് ഇറച്ചി കഴിക്കുമ്പോൾ ഊരി വെച്ചോട്ടോ. ആലുവിന് ഞാൻ മുത്തുവാല വെച്ച് കൊടുക്കാം. അച്ഛന് മാറും. പക്ഷെ അത് അവർ എന്നെ പറ്റിച്ചോട്. അമ്മയുടെ 200 മേടിച്ചിട്ട് 2 കൊടുത്തു വിട്ടുള്ളൂ.
തന്നു കിട്ടുള്ളൂ. ഭയങ്കരമായിപ്പോയി. 100 രൂപ കൊടുത്തു. രണ്ട് മാങ്ങയാ. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് അച്ചു. ഒരു കട തൂക്കിട്ടോ ഒരെണ്ണം തലേ കുത്തിക്കോ. ഞാൻ ഉണ്ടാക്കിട്ട് പശി 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 വരന്നു പോവാ. പശി വരന്നു. എനിക്ക് റെഡ് മതിയേ, അല്ലെങ്കിൽ ബ്ലാക്ക്. അത് തന്നെ നമ്മൾ തൊട്ടിരുത്തേ കുഞ്ഞാക്കുട്ടങ്ങ് വന്നെ അമ്മ തൊട്ടുതരാം. ഫോട്ടോ എടുക്കാം. പക്ഷെ ഇത് ഭയങ്കര സെറ്റപ്പ്. ഇതിന് വെറും 10 റുപ്പീസേ ഉള്ളൂ. ഇത് ഒരു കുപ്പി നിറച്ചും കളർ പൊട്ട. എന്റെ കയ്യില് 20 റുപ്പീസ് ഉണ്ട്. ഇത് ഇനി 2 കൂടെ മേടിക്കാൻ പറ്റില്ലേ? ആ സൂക്ഷിച്ചുകൊണ്ട് വെക്ക്. ആച്ചു ആ കട ഇനി 1 മാസം ഉണ്ടാവും. അപ്പൊ എനിക്ക് ഒരു പച്ച ഞാൻ ഒന്ന് കുത്തി വെക്കട്ടെ ആലുവിന്റെ തലയില്. ഇത് സ്കൂളിട്ട് വരുമ്പോ ഇതിനകത്ത് തന്നെ കുത്തി വെക്കണം കേട്ടോ. പിന്നെ ഒരു ചപ്പാത്തി നിന്നു. ഇനി എന്താ കച്ചപ്പം കൂടി തരുവാണെങ്കിൽ ഇച്ചിരി വേഗം കൂടി തിന്നാം. അയ്യോ അത് ഭയങ്കര പൈസയാണ്. പക്ഷെ അത് ഇരിക്കണില്ലേ നോക്കട്ടെ. തല കുരിച്ചാച്ചു പൂമ്പാറ്റ പോലെ ഉണ്ടോ നോക്കട്ടെ. ആ പൂമ്പാറ്റ പോലെ ഉണ്ട്. പക്ഷെ ഇത് പുറകെ കൊണ്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ പൂമ്പാറ്റ എന്നാൽ ആർക്കും കാണാൻ പറ്റൂല. അത് കാണാൻ പാകത്തിന് കുത്തണം പൂമ്പാറ്റ. ഓക്കേ. പക്ഷെ എനിക്ക് ഈ ടെഡി ബിയറിനെ കൂടെ ഒന്ന് കുത്തി കാണിക്കോ. ഇതുപോലത്തെ കൊറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. ആ ടെഡി ബിയറിനെ ഇവിടെ കച്ചപ്പില്ലടോ. ഇത് അച്ചുവിന് കുത്താനും ഊരാനും ഒക്കെ എളുപ്പമാ അല്ലേ അച്ചു? ഇതിന്റെ വാലയിൽ ഇങ്ങനെ പിടിച്ചാ മതി അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് അച്ചു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ടിഷ്യൂ പേപ്പർ എൻ്റെ കയ്യിൽ ഇല്ല ഉഞ്ഞാവശ്യ. മറ്റേ മഞ്ഞ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂലേ? സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ നല്ല കട്ടിയുണ്ട്. കുഞ്ഞു ഹോംവർക്ക് ചെയ്യുവാന്. ചോറുണ്ട് കഴിഞ്ഞിട്ട് തൂത്താ മതി അച്ചു. പുതിയ വാട്ടർ ബോട്ടിലാ. വാട്ടർ ബോട്ടിൽ അച്ചയ്ക്ക് കൊണ്ട് കൊടുക്ക്. അല്ല സോറി എനിക്ക് ഉണ്ടാക്കി തരൂടാ. എടാ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി. ഇത് കൊച്ചിന് കൊണ്ടുപോകാൻ കൊടുത്തു വിടുക. എന്നിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടാക്കി ഇവർക്കും അവരൊന്ന് കളിക്കാനും ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണം. കുഞ്ഞൂസ് ഞങ്ങൾക്കും പുഴുവിനെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞാൻ പുഴുവിനൊക്കെ ആയിട്ട് ജോലിക്ക് വേണ്ടി തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളുടെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷനില്ല. കുഞ്ഞൂസ് അതെല്ലാം ഡീലാക്കി കൊടുത്തോളും. അങ്ങനെ കുഞ്ഞൂസിന്റെയും കുഞ്ഞുടെയും കൂടെ അവളെ എൻ്റെ വീക്കെൻഡ്സുകളുണ്ട് ഇപ്പോൾ ഈ കാണുന്ന മൊത്തം. ഇതുപോലെ കുറേ വീക്കെൻഡ്സുകൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളൊരു ടൂർ പോയിട്ടുണ്ടായിരുന്നു വണ്ടർലയിലോട്ട്. അപ്പോൾ അതും പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളും ഒക്കെ ഞാൻ കുറേശ്ശായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ മൊത്തം കൂടെ ഒരൊറ്റ വീഡിയോയിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. ഞാനത് എന്തൊക്കെയോ കാണിച്ചപ്പോൾ അപ്ലോഡ് ചെയ്താണ്. എനിക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയുമായിരുന്നു. അമ്മ വരുമോ? വരാം. സ്കൂളിൽ കൊണ്ടുവരുമോ? കൊണ്ടുവിടാം. സൂക്ഷിച്ച് കയറി പോഞ്ഞുകൂടാ. അവിടെ പൊത്തുണ്ടെന്ന് പറയണേ. എടാ അവിടെ പൊത്തുള്ള ആരും പറയണം കേട്ടോ.
ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളാണ് എനിക്ക് വീഡിയോയുടെ ഉള്ള പ്രചോദനം. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.